മരിക്കാൻ പേടിയാണ്, പക്ഷെ ജീവിതം മടുത്തു. ചെയ്യുന്നത് ശരിയാണെന്നറിയില്ല. എല്ലാം എൻ്റെ തെറ്റുകൾ കൊണ്ടാണ്. സർ, ഇത് SBയിൽ നിന്നാണ്. ലോൺ എടുക്കാത്തതുകൊണ്ട് അക്കൗണ്ട് NPA ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ജപ്തിയാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ജീവിക്കുന്നത്? എന്ത് ചെയ്താലും പരാജയം മാത്രം. സ്വന്തം അച്ഛനമ്മനെ പരിമിലാക്കണോ നീ ജനിച്ച? ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഒരു ജോലി പോലും ഇതുവരെ വാങ്ങാൻ സാധിച്ചില്ല. പ്രതീക്ഷകളെല്ലാം തകർന്നു. ഇനിയും നിന്നെ വിശ്വസിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. ഇനി നീ എൻ്റെ ലൈഫിലോട്ട് വരാം. എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു ഭാരമാണ്. ഒന്നിനും കൊള്ളാത്ത, ആർക്കും വേണ്ടാത്തൊരു പാഴ് ജന്മം. കംപ്ലീറ്റ് ഫെയിലർ. എന്താണ് ചേട്ടാ, കടലിനെ സ്നേഹിക്കുകയാണോ? ഈ കടലുണ്ടല്ലോ, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇതിലെ സങ്കടമുള്ളപ്പോൾ ആൾക്കാരോട് ഇങ്ങോട്ട് വരുന്നത്. ഈ കടലിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ സങ്കടമൊക്കെ അങ്ങ് പോകും. പക്ഷെ ചിലർക്ക് ഇതിൻ്റെ അടുത്തിട്ടിലോട്ട് അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ തോന്നും. ചാടാൻ നേരത്ത് നമ്മളെ വിഷമിപ്പിച്ചവരെയും സങ്കടപ്പെടുത്തിയവരൊക്കെ മുഖം മാത്രമേ മനസ്സിലുണ്ടാകും. പക്ഷെ വീണ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഉപ്പുള്ളെല്ലാം കൂടെ ഇരച്ച് കയറിക്കഴിഞ്ഞ് ഒരിട്ട് ശ്വാസം വേണ്ടി നമ്മളിടന്ന് പിടയില്ല. ആ സമയത്ത് നമ്മളെ സ്നേഹിച്ചവരെയും നമ്മുടെ കൂട്ടുകാരുടെ മുഖം ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ജീവിക്കാനൊരു കൊതി തോന്നും. പക്ഷെ അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും. കടൽ നമ്മളതിൻ്റെ അടുത്തട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ചാടി കഴിഞ്ഞില്ലല്ലോ, ചാടുന്നേക്കാൻ മുമ്പുണ്ട് ഇതൊക്കെ ആലോചിക്കാൻ. ഹലോ നീ ഇത് എവിടെയാണ് നോക്ക്? എത്ര നേരിട്ട് കിടന്ന് എന്നെ വിളിക്കുന്നു? നിന്റെ ഫോൺ റേഞ്ച് നോക്കുന്നില്ല. ഏട്ടാ, ഞാൻ അവിടുത്തെ പോകാറങ്ങിയതാ. എന്നിട്ട് എന്താണ് നീ എന്നെ വിളിക്കാൻ? ഞാനാണ് കൂടി നിന്റെ വീട്ടിലൂടെ ചെന്നത്. നിന്റെ അമ്മയാണ് കട്ടക്കലിച്ചത്. നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് നിന്റെ മറ്റവളെ വിളിച്ചത്. അവളാണ് ഫോൺ കൊടുക്കുന്നത്. കട്ടായിക്കോ. അവള് വേറെ കല്യാണത്തിന് സമ്മതിച്ചടാ. അടിപൊളി. അപ്പം നീ രാജാമോനാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടത്. മോനെന്തായാലും ഇതിൻ്റെ പേരിന് കയ്യപ്പത്തൊന്നും കാണിക്കാൻ എനിക്ക്. അവൾ പോയി അവളുടെ അമ്മ ആരെന്ന് വെച്ചാൽ നമുക്ക് ഉണക്കാം. ഒരു കാഞ്ചി ഒരു 2 ഉപ്പ് എടുത്തോണ്ട് പോയി. അവളെ നിന്നെ തേച്ച് നമുക്കൊന്ന് ആഘോഷിക്കാം. 2 ഞാൻ നിന്നെ അന്നൊരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടില്ലേ, അതങ്ങ് തെറ്റായിരുന്നു. അപ്പോൾ ശരി, ബാക്കിയൊക്കെ നമുക്ക് ഉപ്പിട്ടിട്ട് പറയാം.